നമസ്കാരം. വെറുതെ തോളിൽ കൈയിട്ട് നടക്കുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാർ. വീണു പോകുമ്പോൾ കൈപിടിച്ച് ഉയർത്തുന്നവരാണ്. ഇത് സ്ത്രീകളെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അഞ്ജലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അഞ്ജലി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ ചേച്ചി പറയൂ, ഏറ്റവും ഒരു പുതിയ വിശേഷം എന്തൊക്കെയാണ്? പുതിയ വിശേഷം എല്ലാവർക്കും അറിയുന്ന വിശേഷം ആദ്യഭാവേന്റെ വിശേഷം ഉണ്ടായി. അതാണ് ഒരു ഇപ്പൊ 5 മാസമായി. 6 മാസം. പേര് ആദ്വിക. ആദ്വിക. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഒരു എയുടെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അഞ്ജലി, ആവണി, ചേട്ടന്റെ പേര് അജിത്ത്, ഇപ്പൊ ആദ്വിക. അപ്പൊ അങ്ങനെ ആ ഒരു പേരുകൾ, ആ ഒരു ഇത് ലെറ്റർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല, ഞങ്ങള് അഞ്ജലി അജയ് എന്നാണ്, ഞങ്ങൾ ട്വിൻസ് ആണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു പേര് വന്നു. പിന്നെ ഹസ്ബൻഡ് അജിത്ത് വന്നു, പിന്നെ ആവണി വന്നു. അപ്പോൾ ആവണി ഞാന് സ്കൂളിലെ എല്ലാത്തിനും നമുക്ക് അറിയാലോ, ഒരു ആൽഫബറ്റിക് ഓർഡർ ആണല്ലോ. അപ്പൊ എന്ന് കൊടുത്തു. അവൾ എല്ലാത്തിനും ഒന്ന് പെട്ടെന്ന് ഫസ്റ്റ് റോൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ രണ്ടാമത്തെ ആള് വന്നപ്പോ അങ്ങനെ തന്നെ എയിലൊരു പേര് കിട്ടാൻ വേണ്ടി നോക്കി. അപ്പൊ ആവണി കുത്തിയിരുന്ന് ഗൂഗിൾ ചെയ്ത് അങ്ങനെയാണ് ആദ്വിക എന്നുള്ള പേര് ആവണിയാണ് കണ്ടുപിടിച്ചത്. എന്തായാലും ഇന്ന് ഈ ഷൂട്ടിന് വന്നപ്പോ അവർ രണ്ടുപേരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹസ്ബൻഡും 2 മക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അവരെ കൂടി ഒന്ന് വിളിച്ചാലോ? ആവണിയെയും നമ്മുടെ കുഞ്ഞു വാവ എല്ലാരും സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, സോ ആവണിയും ആദ്വികയ്ക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വരുമ്പോൾ ഫാമിലി ആയിട്ട് വന്നത് ആദ്യമായിട്ടാണ്. അത് ഞങ്ങൾക്കും ഒരു സന്തോഷം. പുതിയ ഒരു വിശേഷമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പൊ ആവണിക്കുട്ടി സുഖല്ലേ? റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആവണി പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര താരല്ലേ, ഓരോരോ റീലും അതും ഇതൊക്കെ എപ്പോഴും വൈറൽ ആവാണ്. അമ്മ സിനിമയിലാണെങ്കിൽ മകൾ ഇൻസ്റ്റഗ്രാമില് ഭയങ്കര ഒരു താരമാണ്. എന്തുണ്ട് പുതിയ വിശേഷം, പറയൂ. പുതിയ വിശേഷം അങ്ങനെയൊന്നുമില്ല. ഏത് ക്ലാസ്സിലാ? 5th-ലാണ്. ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. 4 സിനിമ അടുപ്പിച്ച് റിലീസാവും. 4 സിനിമ അടുപ്പിച്ച് റിലീസാവാൻ പോകുന്ന പെൻഡുലം, മണൽ പക്ഷികൾ, സന്തോഷം, രണ്ടാം പകുതി. നന്നായി. പിന്നെ അത് മാത്രല്ല, ഞാൻ നിങ്ങൾ 4 പേരും കൂടി അഭിനയിച്ച ഒരു സിനിമയും കൂടി റിലീസ് ആവാനുണ്ട് അല്ലേ? 4 പേരല്ല, ഞങ്ങള് 3 പേര്. ഞാനും ആവണിയും കൂടെ മണൽ പക്ഷികളുടെ സിനിമയുടെ ഭാഗമായപ്പം പെട്ടെന്നൊരു കാസ്റ്റിംഗ് പ്രശ്നം വന്നു. അപ്പൊ അങ്ങനെ ഹസ്ബൻഡ് ചെയ്യുമോന്ന് ചോദിച്ചു വന്നു. അപ്പൊ എന്റെ ലവറിന്റെ വേഷം കൂടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ മൊത്തത്തിൽ ചേട്ടൻ സിനിമയിലും ജീവിതത്തിലും ഒക്കെ ചേച്ചിയുടെ ലവറായിട്ട് അങ്ങ് കൂടിയിരിക്കുകയാണ് അല്ലേ? ഈ ഒരു അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല, ഞാൻ അഭിനയിപ്പിക്കും. അതായത് ഞാൻ ഡയറക്ടറായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ അഭിനയിപ്പിക്കും. കുറെ ഡയറക്ടേഴ്സിന് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇപ്പൊ അഭിനയത്തേക്ക് വന്നു. നമ്മൾ അഭിനയിക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഒരു ഡയറക്ടർ ആകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെതായ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയും ഒരുപാട് വെറൈറ്റി വേഷങ്ങളുമായിട്ട് ചേട്ടനും വരട്ടെ. അതുപോലെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരുപാട് പുതിയ സിനിമകളും നമുക്കിനി കാണാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. സോ ഈ ഒരു സപ്പോർട്ടിനും അതുപോലെ ഞങ്ങളുടെ ഈ വേദിയിൽ വന്നതിനും ഒക്കെ ചേട്ടനൊരു വലിയ കൈയ്യടി നമ്മൾ നൽകുകയാണ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ആവണിക്കുട്ടിയുടെ ഒരു
എന്തൊക്കെയാണ് ഇവിടെ ഡാൻസ് കളിച്ചപ്പോ എന്താ തോന്നിയേ പറ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഡാൻസ് ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന ഡാൻസ് ആയിരുന്നോ? ഇത് എന്താ ആക്ച്വലി അവള് ഡാൻസ് ഒന്നും അവൾക്ക് അറിയണ്ടല്ലോ, അവള് പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ മറ്റേ യൂട്യൂബിൽ കണ്ടിരുന്ന് തന്നെ പഠിക്കുന്ന സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പൊ നമ്മൾ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പഠിച്ചൊരു കാര്യം ഓർത്ത് കളിച്ചു അല്ലേ? അടിപൊളി. അപ്പൊ ഇനി എന്തായാലും അതായത് 4 സിനിമകൾ ഇറങ്ങാൻ കിടക്കുന്നു, ഇനി എത്രയോ സിനിമകൾ ചെയ്യാനിരിക്കുന്നു. അപ്പൊ ഭാവിയിലെ ഒരു നായികയാണ്, മലയാള സിനിമയിലെ ഒരു നായികയാണ് നമ്മുടെ മുന്നിൽ ഇന്ന് പരമസുന്ദരി ഡാൻസ് കളിച്ചത്. ദുൽഖർ സൽമാന്റെ കൂടെ അഭിനയിക്കണം എന്നാണോ ആഗ്രഹം? ആഗ്രഹമുണ്ട്. വേറെ ആരെങ്കിലും? വിജയ്. അത് ദുൽഖറേയും വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ കല്യാണം കഴിക്കണം എന്നായിരുന്നു അവരുടെ കഥാപാത്രങ്ങളൊക്കെ കണ്ട്. പക്ഷെ ഒട്ടും അത്ഭുതമില്ല കേട്ടോ, പണ്ട് ഞാൻ ജയറാമേട്ടനെ കല്യാണം കഴിക്കാൻ ഇരിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് അത്ഭുതമില്ല. പക്ഷെ അവരൊക്കെ കല്യാണം കഴിച്ചു പോയി, ആവണി ഇട്ടിട്ട് പോയല്ലേ? ഇപ്പൊ ഇല്ല. ഇപ്പോഴാരെങ്കിലും എടുത്ത് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലേ? കല്യാണം കഴിക്കണമെന്നേ ആഗ്രഹമില്ല. ഇല്ല. സ്കൂളിൽ ബോയ് ഫ്രണ്ട് ഉണ്ടോ? നോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആവണി കുട്ടിക്ക് ഒരു നല്ലൊരു സമ്മാനം ഞങ്ങൾ തരാം. ഓക്കെ, ഒരു ചോക്ലേറ്റ്. റെഡിയാ? വാവയ്ക്ക് കിട്ടിയത് കറക്റ്റ് മുട്ടായി. വാവയ്ക്ക് കിട്ടിയത് കറക്റ്റ് മുട്ടായി. ആവണിക്ക് കിട്ടിയതോ? അവളുടെ അതാണ് ആദുവിന്റെ ഫേവറേറ്റ് ഫാനാണ്. ഫാനിനോട് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആണ്, ചിരിയും കളിയാണ്. എത്ര വലിയ കരച്ചിലാണെങ്കിലും ഫാൻ കണ്ടാ അവള് ചിരിക്കാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് കളിപ്പാട്ടാണ്. ആദുവിന് കറക്റ്റ് കിട്ടി. ആവണിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങോട്ട് അല്ലേ? ഇഷ്ടമായോ? ആവണിയുടെ സൈക്കിള് പോലത്തെ സൈക്കിൾ കിട്ടി അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അമ്മയുടെ ഞങ്ങൾ ചോദിച്ചറിയാം. ആവണി അവിടെ ഇരുന്നോളൂ. ഓക്കെ, ടാറ്റാ. എന്തായാലും ആവണിക്കുട്ടിയുടെ ഡാൻസ് നമ്മളിങ്ങനെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദിയിലേക്ക് വേറൊരു ഡാൻസ് പെർഫോമറെ കൂടി ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ ഡാൻസ് ചെയ്യാനായിട്ടൊരു മിടുക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന. എഴിമലയോളം മേലേക്ക് ഏഴുകോലാഴം താഴേക്ക് കോലത്തു നാടിന്റെ വക്കോളം നാട്ടരയാലിന്റെ വേരും. നമസ്കാരം. വളരെ ഒരു ഭക്തി നിർഭരമായ ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കോസ്റ്റ്യൂമാണ്. ആൻഡ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കാന്താര ഇഫക്റ്റ് ആണ് ഈ ഒരു പെർഫോമൻസ് എന്നല്ലേ? അങ്ങനെ തന്നെയാണോ പ്രാർത്ഥന? അതെ ചേച്ചി, അങ്ങനെയാണ്. സോ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ തോട്ടടയെന്നാണ് വരുന്നത്. കണ്ണൂർ തോടട, അതാണ് തോട്ടട, അതാണ് സ്ഥലത്തിന്റെ പേര്. ശരി, നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇരിക്കാൻ, കാരണം ഇങ്ങനത്തെ ഒരു ഫുൾ ഡ്രസ്സിൽ വന്നിരിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. ആൻഡ് കുറേ നേരം എടുത്തു ഈ മേക്കപ്പ് ചെയ്യാൻ. എത്ര മണിക്കൂർ എടുക്കും ഇത് കംപ്ലീറ്റ് മേക്കപ്പ്? ഏകദേശം 3.5 മണിക്കൂർ എടുത്തു. 3.5 മണിക്കൂർ എടുത്തു ഇതെല്ലാം റെഡി. അപ്പൊ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പൊതുവെ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ട് പെർഫോമൻസ് അങ്ങനെ ചെയ്യാറുണ്ടോ? ഇതേ ആക്ട് ഞാൻ ആദ്യമായിട്ടാണ് കാന്താരയിലെ വരാഹരൂപം ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് തെയ്യത്തിന്റെ ഡ്രസ്സൊക്കെ. ഓ സൂപ്പർ. അപ്പൊ അത് നമ്മുടെ റെഡ് കാർപ്പറ്റിന് എക്സ്ക്ലൂസീവ്ലി കിട്ടിയത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. പക്ഷെ ഡാൻസ് പഠിച്ചു തുടങ്ങിയത് വളരെ കുഞ്ഞു പ്രായത്തിൽ പഠിച്ചു തുടങ്ങിയതാണല്ലേ? ഞാൻ 4ാം വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയ ഡാൻസ്. ഓക്കെ, ഇപ്പം 7ലാണ്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ. 7ലാണ്. ആൻഡ് കോമ്പറ്റീഷൻസ്, യൂത്ത് ഫെസ്റ്റിവൽ, അതിന്റെ ഒക്കെ ഒരു ഭാഗമാവാറുണ്ട്. ഞാൻ ഡിസ്ട്രിക്ട് കലോത്സവം വരെ കുച്ചിപ്പുടിയിൽ പോയിരുന്നു. കുച്ചിപ്പുടിയിൽ ഈ പ്രാവശ്യത്തെ ഇതല്ലേ? സൂപ്പർ. അപ്പൊ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പിന്നെ എന്തൊക്കെയാണ്? നാടോടി നൃത്തം, കേരള നടനം. കേരള നടനം ഇപ്പൊ ഹൈസ്കൂൾ തൊട്ടിട്ടാണ് കേരള നടനം. ഞാനിപ്പോ UP അല്ലേ? അതെ, അതുകൊണ്ട് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. ഫോക്ക് ഉണ്ടോ? ഫോക്ക് ഞാൻ ഇപ്രാവശ്യം ചെയ്തില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ആരുടെ അടുത്താ പഠിക്കുന്ന? ഗുരു ആരാണ്? അനിത ടീച്ചർ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. അനിത ടീച്ചറിന്റെ അടുത്താണല്ലോ. അപ്പൊ ഈ ഒരു പെർഫോമൻസ് ആരാണ് കൊറിയോഗ്രാഫി ചെയ്തു തന്നത്? ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഓക്കെ, സ്വന്തമായിട്ട് കൊറിയോ ചെയ്ത ഒരു പെർഫോമൻസ് അവതരിപ്പിക്കുക, അതും ഈ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. താങ്ക് യു. ഇതിന്റെ ഇടയിൽ ഞാൻ കേട്ടു മിസ് കേരള അങ്ങനെ മത്സരിക്കാൻ പോയി. മിസ് കേരള ജൂനിയർ അല്ലേ? അതെ അതെ. അത് കണ്ണൂർ വെച്ച് നടത്തിയതാ? അത് തൃശ്ശൂർ വെച്ചിട്ട് നടന്നതായിരുന്നു. തൃശ്ശൂരും എറണാകുളം വെച്ച് നടന്നതായിരുന്നു ഫാഷൻ ഷോസ് ഒക്കെ. ഫാഷൻ ഷോ ഒരെണ്ണാണോ ചെയ്തിട്ടുള്ളത്? അത് 2-3 ചെയ്തതിന്റെ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ. വേറെ ഏതൊക്കെയാണ്? ഞാൻ മിസ് കേരള ജൂനിയർ ചെയ്തിരുന്നു, ദുബായ് ഇന്റർനാഷണൽ ലെവലിൽ ചെയ്തിരുന്നു, പിന്നെ KFW കിഡ്സ് ഫാഷൻ വാക്ക് ചെയ്തിരുന്നു, പിന്നെ കേരള ഫാഷൻ ഫെസ്റ്റ്.
സൂപ്പർ. അപ്പൊ ഒരു 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 മോഡലാണ്, ഭാവിയിലെ മലയാള സിനിമയിലെ നായികയാവാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ആ നായികയായിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു വൈബുള്ള ഒരു കുട്ടിയാണ്. ഇഷ്ടമുള്ള ആരുടെ നായികയായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം? ഇപ്പൊ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ. പൃഥ്വിരാജ് സർ. സെയിം പെഞ്ച് എനിക്കും. എന്റെ കാര്യം എനിക്കറിയില്ല, മോളുടെ കാര്യം എന്തായാലും നടക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നത്. കാരണം ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ പറയാനും അതിന്റെ ഒരു സ്മാർട്ട് ആയിട്ട് ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. താങ്ക് യു. ഇനി പൃഥ്വിരാജ് എന്ന് ഒന്നോടെ പറഞ്ഞേ. പൃഥ്വിരാജ് സർ. ആദ്യം വേറെ എന്തോ ആണല്ലോ പറഞ്ഞത്, പൃഥ്വിരാജ് എന്നല്ല ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ പൃഥ്വിരാജ് സാറിന്റെ കൂടെ അഭിനയിക്കാനാണ് നമ്മുടെ കുട്ടിക്ക് ആഗ്രഹം. സോ ആ ഒരു ആഗ്രഹവും എത്രയും പെട്ടെന്ന് നടക്കില്ലല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹവും നടക്കും. ഇനി നമുക്ക് അച്ഛൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. 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 ഞാൻ പ്രശാന്ത്. ആൻഡ് എനിക്ക് തോന്നുന്നു മോളുടെ ഇതേപോലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും കൂടെ നിൽക്കുന്നത് അച്ഛൻ തന്നെയാണ്. കൂടെ നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം ആ കോസ്റ്റ്യൂംസിൽ ഒരുക്കി വിടുന്ന തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. ഫൈനൽ ടച്ചപ്പ് ഒക്കെ ചെയ്ത്. അച്ഛൻകുട്ടിയാണോ പ്രാർത്ഥന? അതെ, അച്ഛൻകുട്ടിയാണ്. അച്ഛൻകുട്ടിയാണ്. ആൻഡ് പ്രാർത്ഥന സംസാരിക്കുമ്പോൾ നമ്മൾ അച്ഛന്റെ മുഖത്ത് നോക്കിയാൽ മതി, അവിടെയാണ് ഫുൾ എക്സ്പ്രഷൻ. തീർച്ചയായും. ശരി, അപ്പൊ പ്രാർത്ഥനയുടെ ഈ ഒരു ആഗ്രഹങ്ങൾ, അതായത് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു, ഡാൻസ് നന്നായിട്ട് കൊണ്ടുപോകണം, പഠിച്ച് ആ ഒരു നല്ല നിലയിലെത്തണം, അപ്പൊ ഇതിനെല്ലാം കൂടെ അച്ഛൻ ലാസ്റ്റ് വരെ നിൽക്കണം. ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ മോളുടെ അമ്മ പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ്. വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മൂത്ത മകനും ഉണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ മിസ്സസ് അധ്യാപിക ആയതുകൊണ്ട് സമയക്കുറവുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് മോളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതെ, ഇടയിൽ ലീവ് എടുക്കാം, സ്വന്തം ബിസിനസ് ആയതുകൊണ്ട്. അതെ അതെ അതെ. ചേച്ചി എന്താ വർക്ക് ചെയ്യണ പറഞ്ഞ? ടീച്ചറാണ്. ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലീവ് ഇഷ്യൂസ് ഒക്കെ വരും. അതെ അതെ അതെ. മോൻ എന്ത് ചെയ്യുന്നു? മോൻ +1 പഠിക്കുന്നു. +1 പഠിക്കുന്നു. ആൾക്ക് ഇതേപോലെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടോ? മോന് എല്ലാവിധ കഴിവുണ്ട്, പക്ഷെ താല്പര്യക്കുറവാണ്. പക്ഷെ മോള് കലയിൽ അത്രയും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എവിടെയെങ്കിലും നല്ല നിലയിൽ എത്തിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, എത്തുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സൂപ്പർ. അതെ, ആ ഒരു പ്രതീക്ഷ നമുക്കും ഇപ്പൊ കുറച്ചു നേരം സംസാരിച്ചുള്ളെങ്കിൽ ആ ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടി. അപ്പൊ അച്ഛൻ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ ഒരു രീതിയിൽ എത്തിപ്പെടും. എത്രയും സക്സസ്ഫുൾ ആവാൻ പറ്റും അത്രയും ആവുമെന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതെ. ഇന്ന് എന്താണ് പെർഫോം ചെയ്യുന്നത്? കാന്താരയിലെ സോങ് വരാഹരൂപം, അതിന്റെ ഒരു ആ സിനിമയിൽ കാണുന്ന പോർഷൻ ആണോ അതോ വേറെ ആണോ? സെമി ക്ലാസിക്കൽ ആയിട്ടാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. എന്തായാലും ഫുൾ കോസ്റ്റ്യൂമിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.
ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു രോമാഞ്ചം ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും കിട്ടി. തന്നെ പഠിച്ചെടുത്തതിലാണ് അത് ഭയങ്കര ഒരു സ്റ്റെപ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ആൻറ്റി. അതെ, ആ ഒരു കൊറിയോഗ്രാഫി അല്ലെങ്കിൽ അത്ര മനോഹരമായിട്ട് ആ പാട്ടിന്റെ കൊറിയോ ചെയ്തതിനും ഒരു വലിയൊരു കൈയടി. ആൻഡ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഈ വർഷം ഏറ്റെടുത്തൊരു സിനിമയും കൂടിയാണ് കാന്താര. അത് വേറെ ഒരു ഭാഷയാണെങ്കിലും ഈ പാട്ടും ആ പെർഫോമൻസും ആ സിനിമയും ഇപ്പം ഓസ്കാർ നോമിനേഷൻ വരെ പോയിരിക്കുകയാണ് കാന്താര. ആൻഡ് ഭയങ്കര രസമായിട്ട് ആ ഒരു വരാഹ രൂപം ആ ഒരു ക്യാരക്ടറിനോടും ആ ഒരു പാട്ടിനോടും ഒക്കെ നീതി പുലർത്തിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞങ്ങളുടെ ഒരു സമ്മാനമുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. സോ പ്രാർത്ഥന, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഫ്രണ്ട്സിനോടും ഒക്കെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എല്ലാവരും റെഡ് കാർപ്പറ്റ് ഇനിയും കാണണം. ഓക്കേ. പിന്നെ എല്ലാവരും എന്നെയും ചേച്ചിമാരെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിഷ് ഈ അടുത്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രാർത്ഥന കുട്ടിയുടെ ആഗ്രഹം പോലെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ പ്രാർത്ഥന വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു തീർക്കാൻ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ എൻറ്റയർ ടീമിൻ്റെ വക നൽകുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഇന്നത്തെ എപ്പിസോഡ് അവർക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അവരോട് എല്ലാവരോടും നമുക്കൊരു ബൈ പറയാം. സോ നൗ വി ആർ സേയിങ് ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശത്രുക്കളെ വേട്ടയാടി ഞങ്ങൾ തിരിച്ചെത്തും. 84 ദിവസങ്ങൾ നീണ്ട ആ മഹായുദ്ധത്തിൽ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ഉൾപ്പെടെ 527 ധീര ജവാന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വെടികൊണ്ട് ചെതറിപ്പോയി, എല്ലാം കൈയും കാലും ഒക്കെ അങ്ങ് ചെതറിപ്പോയി, തലയൊക്കെ 4-5 വെടികൊണ്ട്. ഒരു പ്രാവശ്യം ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാലും അനിയനെ മറക്കില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഇവിടെ ചിലർക്കൊക്കെ പലർക്കും പട്ടാളക്കാരൻ പറയുമ്പോൾ പുച്ഛമാണ്. രാജ്യത്തിന് വേണ്ടി എന്നുള്ള അഭിമാനത്തിനാണ് ജീവിക്കുന്നത്. ചെറിയുടെ പേരിലല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആരെ അറിയും? ഓരോ നിമിഷവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആ ജവാന്മാരെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ Courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.